നിങ്ങളിൽ ഏറ്റവും നല്ലവർ നല്ല ആയുസ്സുണ്ടാവുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുകയും ചെയ്തവരാണ്. നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ ആയുസ് ഒരുപാടുണ്ടാവുകയും കർമ്മങ്ങൾ മോശമാവുകയും ചെയ്തവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ റമളാൻ ഒരു അവസരം കൂടെ അള്ളാഹു നൽകിയിരിക്കുകയാണ്. നോമ്പുകാരെ അള്ളാഹുവിന് ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. ഹഫ്സ ബീവി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൾ ഹഫ്സ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ ഭാര്യയായിരുന്നു. ഒരിക്കൽ എന്തോ ഒരു കശപിശ ഉണ്ടായപ്പോൾ നബി തങ്ങൾ അവരെ ഒരു തൊലാഖ് ചൊല്ലേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഉമർ തങ്ങൾ മുമ്പേ പറയാറുണ്ട് ഹഫ്സ ബീവിയോട്. കാരണം ഹഫ്സ ബീവി ആയിഷ ബീവിയെ കണ്ടിട്ട് ചില സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നുമല്ല, നബി തങ്ങളുടെ മുമ്പിൽ അവർ കാണിക്കുന്ന ഒരു ഫ്രീഡം. ഉമർ തങ്ങൾ തന്നെ പറഞ്ഞു നബിയോട്, പൊന്നാര നബിയെ, നമ്മൾ മക്കയിലായിരിക്കുമ്പോൾ നമ്മുടെ ഭാര്യമാരൊക്കെ എന്തോ ഒരു നല്ല ഭാര്യമാരായിരുന്നു. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ, അതിന് ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, നബിയെ, നമ്മളുടെ ഭാര്യമാരൊക്കെ മക്കയിലെ നമ്മൾ ഹിജ്റ വരുന്നതിന്റെ മുമ്പ്, കാരണം അവര് മക്കയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു മദീനയിലേക്ക്, അതാണല്ലോ ഹിജ്റ എന്ന് പറയുന്നത്. അത് റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. പക്ഷേ വർഷം കണക്കാക്കുന്നത് ഹിജ്റ വർഷം മുഹറം മുതലാണ്. ഹിജ്റ നടന്നത് റബീഉൽ അവ്വലിലാണ്. ഇരിക്കട്ടെ. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയെ, അവരൊക്കെ നമ്മൾ മക്കയിലായിരുന്നപ്പോ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ നമ്മുടെ ഭാര്യമാർ അടങ്ങിയിരിക്കുമായിരുന്നു. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചിങ്ങോട്ട് പറയാ, അതൊന്നും നമ്മുടെ പെണ്ണുങ്ങൾക്ക് മക്കയിൽ അറിയില്ലായിരുന്നു. എങ്ങാനും പറഞ്ഞു പോയാൽ നമ്മൾ അവർക്ക് അടി കൊടുക്കും, അവര് മിണ്ടാണ്ടിരിക്കും. നമ്മളെ നല്ല അനുസരണയായിരുന്നു. പൊന്നാര നബിയെ, മദീനത്തേക്ക് വന്നപ്പോഴേ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കേടുവന്നു നബിയെ എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഒരിക്കൽ ഉമർ തങ്ങൾ എന്തോ ഭാര്യയോട് സംസാരിച്ചപ്പോ ഭാര്യ ഇങ്ങോട്ട് തിരിച്ചു മറുപടി പറഞ്ഞു. അതുറാജിഈനനി, എന്നോട് തിരിച്ചു മറുപടി പറയേ എന്ന് ഉമർ തങ്ങൾ ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞു, അതിനെന്താ കുഴപ്പം? വഅസ്വാജു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുറാജിഉനഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് നബി തങ്ങളോട് അങ്ങനെ പറയാറുണ്ടല്ലോ. പറഞ്ഞതിന് മറുപടി പറയാറുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ. അപ്പൊ എവിടെന്നാ ഈ ഉമർ തങ്ങളുടെ ഭാര്യ കിട്ടുന്ന? സ്വന്തം മോള് ഹഫ്സ ബീവി നബിയുടെ ഭാര്യയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് പറഞ്ഞു, ഹഫ്സ, അതുറാജിഈന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹഫ്സ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് നിങ്ങൾ മറുപടി പറയാറുണ്ടോ മോളെ? ഞങ്ങളെല്ലാരും അങ്ങനെയൊക്കെ പറയാറുണ്ട് മോളെ. എന്നാൽ ഇനി പറഞ്ഞു പോവല്ലേ, നബിയോട് പറഞ്ഞു പോവല്ലേ. ആരാണ് നബിതങ്ങളെന്ന് മോൾക്കറിയുമോ? ഹബീബിന്റെ ഇഷ്ടക്കുറവ് സമ്പാദിച്ചാൽ നിന്റെ ദുന്യാവും നിന്റെ ആഖിറവും നഷ്ടപ്പെടും മോളെ. പിന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ ഇഷ്ടപ്പെട്ടൊരു മോളുണ്ട്. ആ മോളെ കണ്ട് ഹഫ്സ നീ പഠിക്കാൻ നിൽക്കണ്ട. കാരണം അത് ആയിഷ ബീവിയാണ്. ആയിഷ ബീവി ചെയ്യുന്നത് നബി തങ്ങൾക്ക് ഇഷ്ടമാണ്. ആയിഷ ബീവി ചെയ്യുന്നത് കണ്ടിട്ട് ഹഫ്സ നീ അത് കോപ്പിയടിക്കണ്ട. നീ എന്റെ മോളാണ് നീ. ആയിഷ ബീവി സിദ്ദീഖ് മോളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ 60 കൊല്ലത്തെ കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ പരിപാടിന്റെ 2 സംഘാടകരും അബൂബക്കർ സിദ്ദീഖ്, മാഷാ അല്ലാഹ്, അതൊരു വലിയ സൗഭാഗ്യമായി തോന്നുകയാണ്. 60 കൊല്ലത്തെ നബിയുടെ കൂട്ടുകാരനാണ് സിദ്ദീഖ് തങ്ങൾ. ആ സിദ്ദീഖ് തങ്ങളുടെ മോള് ആയിഷ ബീവി നബി തങ്ങളോട് സംസാരിക്കുന്ന പോലെ ഹഫ്സ നീ സംസാരിക്കരുത് കേട്ടോ. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ നബി തങ്ങൾ അങ്ങനെ ഫ്രീഡം കൊടുത്തിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, വിമർദ്ദങ്ങളൊക്കെ നബി തങ്ങളിലേക്ക് വിഷമിച്ചിരിക്കുമ്പോഴാ ഈ കാര്യമെന്ന് പറഞ്ഞ നബിയെ, ഇപ്പം മദീനത്തെ പെണ്ണുങ്ങളൊക്കെ നമ്മളെ ഇങ്ങോട്ടടിക്കുമെന്നാ പേടി. ആ നിരക്കായിട്ടുണ്ട് അവരുടെയൊക്കെ പെരുമാറ്റം. മദീനക്കാരികളായ അൻസ്വാരി പെണ്ണുങ്ങൾ ഇച്ചിരി ഗഡ്സുള്ള പെണ്ണുങ്ങളാ. അവരെ കണ്ടപ്പോ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കേടൊന്നു പോയി നബിയെ എന്ന് പറഞ്ഞൊരു രംഗമുണ്ട് റസൂലുള്ളാഹി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചില ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് നല്ലത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുക. നമ്മൾ കൂടെ ഇരുത്തി അവര് കേടൊന്നു പോയാൽ എന്തായിരിക്കും അവസ്ഥ? തത്തമ്മയുടെ കഥ പറയാറുണ്ട്. ഒരു സാധുവായ ഒരു ക്രിസ്ത്യാനിയായ സുഹൃത്തിന് നല്ല തത്തമ്മ ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ തത്ത വർത്തമാനം പറയുമല്ലോ, അതിനിടയ്ക്ക് ആരോ ഒരു മോശപ്പെട്ട 1-2 വാക്ക് പഠിപ്പിച്ചു കൊടുത്തു തത്തയ്ക്ക്. അപ്പോഴാണ് ആരോ പറഞ്ഞോട് നമ്മുടെ പള്ളിയിൽ അച്ഛന്റെ അടുത്ത് തത്തണ്ടെന്ന്, അച്ഛന്റെ തത്തന്റെ കൂടെ കൊണ്ടുപോയിട്ട് 2 ആഴ്ചയോടെ നിൽക്കട്ടെ, പക്ഷെ നല്ലതൊക്കെ പഠിച്ചു വരട്ടെ. ചെന്ന് നോക്കുമ്പോ അച്ഛന്റെ തത്ത പറയുന്നത് പറയാൻ പറ്റാത്ത തെറിയാണ്. അതൊക്കെ പഠിച്ചിട്ടാ പിന്നെ തത്ത തിരിച്ചു വരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോ
നമ്മള് ഒരു ഭാഗത്ത് ചെന്നിരിക്കുമ്പോ അവരിൽ നിന്ന് നമ്മൾ ചാരിയത മണക്കെന്ന് പറഞ്ഞ പോലെ നല്ല പെണ്ണുങ്ങളായിരുന്ന മക്കക്കാരികളായ പെണ്ണുങ്ങൾ, ഹിജറ വന്ന മുഹാജിറാത്തുകൾ, മദീനക്കാരികളെ കണ്ടിട്ട് ഇങ്ങനൊരു സ്വഭാവ ദൂഷ്യം, ഭർത്താക്കന്മാരോട് അടിച്ചു കയറി സംസാരിക്കും. എന്തായിരുന്നാലും ഒരിക്കൽ നബി തങ്ങൾക്ക് ഹഫ്സ ബീവിയെ ഒരു തൊലാക്ക് ചൊല്ലേണ്ട ഒരു അവസ്ഥ വന്നു. ഒരു തൊലാക്ക് ചൊല്ലി. അപ്പോഴേക്കും വഹി വരുന്നു. നസലൽ അമീനു ജിബ്രീലു അലൈഹിസ്സലാം വഹയുമായി വരുന്നിട്ടുണ്ട്. നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ് റാജിഅഹാ, ഹഫ്സ ബീവിയെ അങ്ങ് തിരിച്ചെടുക്കണം. നബിയെ, ഹഫ്സ ബീവിയെ അങ്ങ് തിരിച്ചെടുക്കണം. ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ വസൗജതുക ഫിൽ ജന്നഹ്. ഹഫ്സ ബീവി നബിയെ ഒരുപാട് സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ്, ഒരുപാട് സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ്. അതുകൊണ്ട് ഹഫ്സ ബീവി അങ്ങ് തിരിച്ചെടുക്കണം. ഖവ്വാമത്തുൻ, രാത്രി നിന്ന് നിസ്കരിക്കുന്ന സ്വഭാവമുള്ള നല്ല പെണ്ണാണ് നബിയെ ഹഫ്സ. വസൗജതുക ഫിൽ ജന്നഹ്, നാളെ സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ അങ്ങയുടെ ഭാര്യയായി വരാനുള്ള പെണ്ണാണവർ. അതുകൊണ്ട് ഹഫ്സയെ ഒഴിവാക്കരുത് നബിയെ റളിയല്ലാഹു അൻഹയെ അങ്ങ് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് റാജഅഹാ റസൂലുള്ളാഹ്, നബി തങ്ങൾ അവരെ തിരിച്ചെടുക്കുകയും ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് കാരണം പറഞ്ഞത് ഹഫ്സ ബീവി സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ് എന്നാണ്. സവ്വാമ, ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിരുന്നു എന്നാണ്. റമദാൻ കഴിഞ്ഞാലും അതിന്റെ മുമ്പും നോമ്പെടുക്കുന്നത്. മഅ്ലബ് ബിൻ ഫളൽ റളിയല്ലാഹു അൻഹുവാണ് 6 മാസക്കാലം മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് റമദാൻ തരണമേ എന്ന് ദുആ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞത്. അല്ലാമ മഅ്ലബ് ബിൻ ഫളൽ കാനൂ യദ്ഊന അല്ലാഹ 6 അശ്ഹുരിൻ അൻ യുബല്ലിഗഹും റമദാൻ. നോമ്പെടുക്കുന്ന മാസം അല്ലാഹുവേ ഞങ്ങൾക്ക് തരണമേ എന്ന് 6 മാസം അല്ലാഹുവിനോട് ദുആ ഇറക്കുമായിരുന്നു റമദാൻ വരുന്നതിന്റെ മുമ്പ്. യഹ്യ ഇബ്നു കസീർ എന്നവർ അവരുടെ ദുആ തന്നെ ഉദ്ധരിക്കുകയും ചെയ്തു. അല്ലാഹുമ്മ സല്ലിംനാ റമദാൻ വസല്ലിം റമദാന ലനാ വതസല്ലംഹു മിന്നാ മുതഖബ്ബല. ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു മുൻഗാമികൾ. 6 മാസം ഇങ്ങനെ ഒരു നോമ്പ് വന്നു കിട്ടാൻ. ഇബ്രാഹിം ഇബ്നു ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അന്നൊരിക്കെ ഒരുപാട് കാലം നോമ്പെടുത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു, റബ്ബേ ഒരു നോമ്പുകാരനായി മരിക്കാൻ ദീനിക്ക് തൗഫീഖ് നൽകണമേ. നോമ്പുകാരനായിട്ട് മരിക്കാൻ തൗഫീഖ്. ഇബ്രാഹിം ഇബ്നു ഹാനി തങ്ങൾ അങ്ങനെ രോഗശയ്യയിൽ മരണത്തോട് മുഖാമുഖം കാണുന്ന നേരത്ത് മഹാനവറുകളുടെ മുമ്പിലേക്ക് മോൻ തൊണ്ട വരണ്ടത് കണ്ടപ്പോ ഉപ്പയോട് നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞു. ഇല്ല മോനെ, നോമ്പ് മുറിക്കുന്നില്ല, പാപ്പാക്ക് നോമ്പ് മുറിക്കാൻ കഴിയില്ല. അഗറുബത്തുശംസു, സൂര്യൻ അസ്തമിച്ചോ, സൂര്യൻ അസ്തമിച്ചോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഉപ്പ, സൂര്യൻ അസ്തമിച്ചിട്ടില്ല. പറഞ്ഞു മോനെ, ലിമിഥിലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, ഈ ദിവസത്തിന് വേണ്ടിയല്ലേ അധ്വാനിക്കുന്നവരൊക്കെ അധ്വാനിക്കേണ്ടത്. പട്ടിണി കടന്ന് നോമ്പ് നോച്ച് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകാനുള്ള സൗഭാഗ്യത്തിന് എത്ര കാലമായി മോനെ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ ഒരു അവസരം അള്ളാഹു നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നോമ്പുകാരനായിട്ട് തന്നെ എനിക്ക് മരിക്കണം. എനിക്ക് നോമ്പ് മുറിക്കുന്ന സമയത്തിന് മുമ്പ് വെള്ളം തരല്ലേ. വായ ചുണ്ടുകൾ അടക്കി പിടിച്ചു വെള്ളം കുടിച്ചില്ല എന്നാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തോട് വിട പറയുന്നത് മഗ്രിബിന്റെ മുമ്പാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവസാനം ഓതിയ ആയത്ത് ഇതായിരുന്നു, ലിമിഥ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഇങ്ങനെ മരിക്കാനാണ് അധ്വാനിക്കുന്നവരൊക്കെ അധ്വാനിക്കേണ്ടത്. നോമ്പ് നോറ്റ് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു മരണമാണ്. ഇബാദത്തിലായി മരിക്കുക അതൊരു സൗഭാഗ്യമാണ്. കള്ളുഷാപ്പിൽ കടന്നു മരിക്കുക അതൊരു ദൗർഭാഗ്യമാണ്, അദാബാണ്, അല്ലെങ്കിൽ ശിക്ഷയാണ്. ഒരു മനുഷ്യൻ തിന്മ ചെയ്തുകൊണ്ടിരിക്കും മരിക്കുക എന്ന് പറയും. മുഅ്മിനീങ്ങളൊക്കെ ചോദിക്കേണ്ടത് അങ്ങനെ, പടച്ചോനെ ഏതായാലും മരണം വരും, നമ്മളിപ്പോൾ എങ്ങനെ ഏതെല്ലാം രീതിയിൽ ജീവിച്ചാലും അള്ളാഹുവിൻ്റെയൊക്കെ നമ്മൾ കീഴടങ്ങേണ്ടവരാണ്. മരണം നിർബന്ധമാണ്. അതിനുശേഷം ഒരു വിചാരണയും ഒരു ലോകവുമുണ്ട്. ആ നേരം നല്ല നിലക്കായി മരിക്കാം, ഒരു ഇബാദത്തിലായിട്ട് മരിക്കാം. 80 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് സൗദി അറേബ്യയിലെ ഒരു സഹോദരി അള്ളാഹുവിലേക്ക് മടങ്ങിയത്. അത്രയും കാലം 80 വയസ്സ് വരെ വഴിവിട്ട് ജീവിച്ചതിന്റെ ശേഷമാണ് അവർക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ആഗ്രഹം തോന്നിയത്. അങ്ങനെ നിസ്കാരമൊക്കെ നന്നായിട്ട് തുടങ്ങി അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി.
കഴിവിന്റെ പരമാവധി ഖളാ വീട്ടുകയും ചെയ്തു. ആ സഹോദരി നിസ്കാരം വലിയ ഇഷ്ടമായിരുന്നു. 80 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷം ഒരു സുജൂദിലേക്ക് പോയതാ. അങ്ങനെ അങ്ങ് ഉറച്ചുപോയി. സുജൂദിന്റെ പൊസിഷനിൽ പിന്നെ എഴുന്നേൽക്കാൻ പറ്റിയില്ല. മോനെ വിളിച്ചു. മോനോടി വന്നു. മോനോട് പറഞ്ഞു, മോനെ ഉമ്മാക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല മോനെ, ഉമ്മയെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. മോൻ നല്ല ഉമ്മയെ നോക്കുന്ന നല്ല മോനാ. ഉമ്മയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾ എല്ലാം ചെയ്തു നോക്കി, നിവർത്താൻ പറ്റുന്നില്ല. സുജൂദിന്റെ പൊസിഷനിലായിരിക്കുന്ന ആള് ഊരയും കയ്യും കാലും ഒന്നും നിവർത്താൻ പറ്റുന്നില്ല. അങ്ങനെയാണ്. റിയാദ് ഹോസ്പിറ്റലിൽ നിന്ന് അവരെ ഡിസ്ചാർജ് ചെയ്തു. ഉമ്മ പറഞ്ഞു, മോനെ ഉമ്മയെ വീട്ടിലേക്ക് ആക്കിത്ത. ഉമ്മ അവിടെ കഴിഞ്ഞു. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. നോമ്പുകാരായും കഴിഞ്ഞു പോയവർ അബ്ദുല്ലാഹിബ്നു ഉമർ, വിശുദ്ധനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോ പറഞ്ഞു, ഞാൻ ലൗലാ സലാസ്, 3 വിഷയങ്ങളില്ലായിരുന്നുവെങ്കിൽ എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. 3 കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് മരിക്കാൻ തോന്നുന്നില്ല. 3 വിഷയം. ഒന്ന്, നമ്മളൊക്കെയാണെങ്കിൽ എന്താ പറയാ, എൻ്റെ വീട് പണി തീർന്നോട്ടെ, അല്ലെങ്കിൽ കുട്ടികളെ കെട്ടിക്കണം, അല്ലെങ്കിൽ ബിസിനസ് ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ. 3 കാര്യം ഓർത്തിട്ട് മരിക്കാൻ തോന്നുന്നില്ല. ആര് പറഞ്ഞു? അബ്ദുല്ലാഹിബ്നു ഉമർ, മുത്തനബിയുടെ സ്വഹാബിയും, വാപ്പ സ്വഹാബിയാണ്, വാപ്പ ഖലീഫയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹിബൈനിയാൻ, ഹബീബിന്റെ കൂടെ കിടക്കുന്ന മഹാനാണ് ഉമർ അൽ ഫാറൂഖ് തങ്ങൾ, അവരുടെ പ്രിയപ്പെട്ട മോൻ. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ പറയുന്നു, ലൗലാ സലാസ്, 3 കാര്യങ്ങൾ ഓർക്കുമ്പോൾ മരിക്കാൻ തോന്നുന്നില്ല. ഒന്ന്, ലമഉൽ ഹവാജിർ, നല്ല ചൂടുള്ള പകലിൽ അള്ളാഹുവിന്റെ സുന്നത്ത് നോമ്പെടുക്കാനുള്ള ഭാഗ്യം ഖബറിൽ പോയി കിടന്നാൽ കിട്ടില്ലല്ലോ. ദുനിയാവിലല്ലേ നോമ്പെടുക്കാൻ പറ്റൂ. മരിച്ചുപോയാൽ നോമ്പെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അതോർക്കുമ്പോ മരിക്കാൻ തോന്നുന്നില്ല. ലമഉൽ ഹവാജിർ, സാധാ നോമ്പ് നല്ല, തണുപ്പ് കാലത്ത് നോമ്പെടുക്കാന്നല്ല. നമുക്കിപ്പോ ഇച്ചിരി മഴയാണ്, കുറച്ച് കഴിഞ്ഞാൽ 1-2 കൊല്ലം കഴിഞ്ഞാൽ നല്ല ചൂടിലേക്ക് നമുക്ക് റമദാൻ വരും. ലമഉൽ ഹവാജിർ, നല്ല ദാഹമുള്ള ദിവസം, നല്ല ചൂടുള്ള പകലിൽ നോമ്പെടുക്കാനുള്ള ഭാഗ്യം അത് നഷ്ടപ്പെടുമല്ലോ റബ്ബേ. മരിച്ചു കഴിഞ്ഞാൽ അത് ഓർക്കുമ്പോൾ മരിക്കാൻ തോന്നുന്നില്ല. സുബ്ഹാനല്ലാഹ്. ലമഉൽ ഹവാജിർ വമുഖാബദത്തുൽ ലൈൽ, രാത്രി അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന സൗഭാഗ്യം, രാത്രി അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാനുള്ള ഭാഗ്യം. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. പാതിരാത്രിയിൽ ഉറങ്ങാൻ സാധിക്കാതെ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ വുളു എടുത്തുകൊണ്ട് അംഗസ്നാനം വരുത്തി നിസ്കരിക്കുന്ന പാതിരാത്രിയിലെ എല്ലാവരും ഉറങ്ങുന്ന നേരത്തെ ആ നിസ്കാരം, അതൊന്നും മരിച്ചാൽ നടക്കൂലല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, വലം മുജാഹിദ് മഅൽ ഫിഅത്തി ത്വാഗിയ, വലം മുജാഹിദ്, മഹാനവറുകൾ പറഞ്ഞു, അക്രമിയായ ഒരു സൈന്യം വരുന്നുണ്ട്, അക്രമികളായ ആളുകൾ, അവരോട് പടപൊരുതാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ. യാനിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആ ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് പടപൊരുതാൻ കഴിയുന്നതിന്റെ മുമ്പ് മരിച്ചു പോകുന്നത് ആലോചിക്കുമ്പോ സങ്കടം തോന്നുന്നുണ്ടത്രേ. സുബ്ഹാനല്ലാഹ്. നോമ്പ് എടുക്കാൻ പറ്റൂലല്ലോ, റമദാൻ കിട്ടില്ലല്ലോ, റമദാൻ കഴിഞ്ഞുള്ള സുന്നത്ത് നോമ്പുകൾ ലഭിക്കില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ. അത് ഓർക്കുമ്പോൾ മരിക്കാനേ തോന്നണില്ല. അത്രയും ആളുകൾ ഇഷ്ടപ്പെട്ട, മുഅ്മിനീങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്താണ് നമ്മൾ ഈ പകലിൽ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അത് സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മിൽ ഖബൂൽ ചെയ്യട്ടെ. ഒന്ന് എഴുന്നേറ്റൊരു സ്വലാത്ത് ചൊല്ലിയിരിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. കൈകൾ മുന്തിക്കേണ്ട, ഫ്രഷ് ആവാൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റൊന്ന് ഫ്രഷ് ആവാ, ചായയും വെള്ളം കുടിക്കാനല്ലോ. അപ്പം എന്ത് ചെയ്യാ,
ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ഇരിക്കണം. അൽഹംദുലില്ലാ. അപ്പോ അത്രയും മനോഹരമായൊരു ഇബാദത്ത് നമുക്ക് അനുഷ്ഠിക്കാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ്. എന്തിന്? നന്മയിൽ ഉറച്ചു നിൽക്കാൻ, അള്ളാഹുവിന് വേണ്ടി സമർപ്പണം ചെയ്യാൻ, ജീവിതം അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ. ജീവിക്കുന്നത് അള്ളാഹുവിനാണ്. എന്തുകൊണ്ട്? പച്ചവെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും, റമദാൻ അല്ലായിരുന്നെങ്കിൽ. ഇപ്പൊ കുടിക്കുന്നില്ല. അതിനർത്ഥം ഹലാല് പോലും അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുന്നവരാണ്. ഹലാലായത് ഹിറാ ഗുഹയിലേക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന വിശുദ്ധമായ റമദാന്റെ 24 അന്നാണ് ഖുർആനിലെ ആദ്യത്തെ ആയത്തുകൾ നബി തങ്ങൾക്ക് ഇറങ്ങുന്നത്. അപ്പൊ 27 നമ്മൾ പറയില്ലേ ലൈലത്തുൽ ഖദറിൽ ഇറങ്ങിയത് ഭൂമിയിലേക്കല്ല. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദ് എന്ന സൃഷ്ടിയിൽ നിന്ന് 1-ാം ആകാശത്തെ ബൈത്തുൽ ഇസ്സ എന്ന ആണ്. മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് കിട്ടിയിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് ലഭിക്കുന്ന റമദാൻ 6-നോ 7-നോ ആണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇൻജീൽ കൊടുക്കുന്നത് റമദാൻ 17. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സബൂർ കൊടുക്കുന്നതും വിശുദ്ധമായ റമദാനിൽ തന്നെ. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നത് റമദാൻ 24-ന്. ഇങ്ങനെ നോക്കിയാൽ അള്ളാഹുവിന്റെ കലാമുകൾ എല്ലാം അവതരിച്ചത് പരിശുദ്ധമായ ഈ മാസത്തിലാണ്. അതുകൊണ്ടാണ് ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്ന പോലെയാണ് റമദാൻ എന്നാണ്. പുതിയ ജീവിതം. അതുകൊണ്ടല്ലേ രാത്രി നിസ്കരിച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടും, നോമ്പ് നോറ്റാൽ പാപങ്ങൾ പൊറുക്കപ്പെടും, ദാനധർമ്മം ചെയ്താൽ പാപങ്ങൾ പൊറുക്കപ്പെടും. എങ്ങനെ? ഉമ്മ പ്രസവിച്ച അന്നത്തെ പോലെ ഒരു കുഞ്ഞിന്റെ പരിശുദ്ധിയിലേക്ക് ഒരു മനുഷ്യൻ മാറുന്നു. എല്ലാം ഒരു ആരംഭിക്കുന്ന പോലെ. വിശുദ്ധമായ ഖുർആൻ റമദാനെ പറ്റി പറഞ്ഞത് ഒരു ആയത്താണ്. ഒരായത്തിലാണ് റമദാൻ എന്ന വാക്ക് അല്ലാഹു ഉപയോഗിച്ചത്. അത് സൂറത്തുൽ ബഖറയുടെ മധ്യം കഴിഞ്ഞതിന്റെ ശേഷം. അതും ഇസ്ലാമിന്റെ അർക്കാനുകൾ, നിസ്കാരവും ജിഹാദും മറ്റു കാര്യങ്ങളും പറയുന്നതിന്റെ ഇടയിൽ അല്ലാഹു തആല റമദാനെ സംബന്ധിച്ച് പറഞ്ഞു. അവിടെ തന്നെ ഖുർആൻ നിങ്ങൾക്ക് നൽകപ്പെട്ടു എന്ന് പറഞ്ഞ് ഹുദൻ ലിന്നാസ്, ഖുർആൻ ജനങ്ങൾക്ക് മാർഗദർശനമാണ്. എവിടെ പറയുന്നത്? ഖുർആനിന്റെ ഏറ്റവും ദീർഘമായ സൂറത്തിന്റെ മധ്യത്തിൽ. അവിടെ വെച്ച് പറയുമ്പോൾ ഖുർആൻ അറിയുന്ന സ്വഹാബികളല്ലേ, അവരോട് പിന്നെ ഖുർആൻ ഹുദയാണ്, സന്മാർഗമാണ്, മാർഗദർശനമാണ്, ഖുർആൻ വിജയമാണ് എന്നൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നിട്ട് പോലും അല്ലാഹു തആല ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്ന പോലെ, കാരണം നോമ്പിലൂടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഖുർആൻ അതിനെപ്പറ്റി ഇനിയും അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് ഇതാ ഒരു പുതുജീവൻ നൽകുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് എന്ന് ഖുർആനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആയത്ത് അവതരിക്കുന്നത്. വലിയൊരു അത്ഭുതമാണ്. ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്ന പോലെ, ഖുർആനിനെ ആദ്യമായി കാണുന്ന പോലെ. റമദാനിലെ ഖുർആൻ ഓതുമ്പോൾ അങ്ങനെയാണ്, ആദ്യമായി കാണുന്ന പോലെ. ആ ഒരു മതിപ്പ് വിശുദ്ധമായ ഗ്രന്ഥത്തോട് നമുക്ക് വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സബാത്ത്, ഉറച്ചു നിൽക്കണം നന്മയിൽ. റമദാൻ കഴിഞ്ഞാൽ നമ്മളത് ആ ഒരു നന്മ നഷ്ടപ്പെടുത്തുകയോ കളഞ്ഞു കുളിക്കുകയോ ചെയ്യാതെ റമദാനിന്റെ വിശുദ്ധി ജീവിതത്തിലുടനീളം അതിന് അല്ലാഹുവിനോട് ചോദിക്കണം. അല്ലാഹു നമുക്ക് തരട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതൂ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലയോ ഈമാനുള്ളവരെ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതൂ, നിങ്ങൾ ശത്രുക്കളുമായി പടപൊരുതുന്ന സമയം, ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോൾ ഫസ്ബുതൂ, നിങ്ങൾ അടിയുറച്ചു നിൽക്കണം, ഓടിപ്പോവരുത്, അടിയുറച്ചു നിൽക്കണം. വദ്കുറുല്ലാഹ കസീറാ, നിങ്ങൾ അല്ലാഹുവിനെ ഒരുപാട് ഓർക്കേണമേ, ധാരാളം ദിക്ർ ചൊല്ലേണമേ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് അല്ലാഹു വിജയം തന്നേക്കും, നിങ്ങൾക്ക് അല്ലാഹു വിജയം തരും. അടിയുറച്ചു നിൽക്കുക നന്മയിൽ. നന്മ എത്ര വേണമോ അത്രയും നന്മയിലേക്ക് ഓടിവരെ. ഏതൊക്കെ നന്മകളുണ്ടോ എല്ലാം. അന്നൊരു ദിവസം രാവിലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്,
സദസ്സിനോട് ചോദിക്കുന്നു, സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, നിങ്ങളിൽ നിന്ന് ആർക്കാണ് സുന്നത്ത് നോമ്പുള്ളത് എന്ന് ചോദിച്ചു. റമദാനായിരുന്നില്ല. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, നിങ്ങളിൽ ആർക്കാണ് നോമ്പുള്ളത്? ആരും കൈപൊക്കുന്നില്ല. ഒരാൾ, എനിക്ക് നബിയെ. അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. തങ്ങൾ ഒരു ചോദ്യം കൂടെ ചോദിച്ചു, മമ്മിൻകും സാറ മരീദ, ഇന്നത്തെ ദിവസം ഒരു രോഗിയെ പോയി സന്ദർശിച്ചു വന്നവരാരാണ്? ഇന്നത്തെ ദിവസം അറബ് കണക്ക് പ്രകാരം, ഇസ്ലാമിക കണക്ക് പ്രകാരം ദിവസം ആരംഭിക്കുന്നത് അസ്തമയത്തോടെ ആണ്. അസ്തമയം മുതൽ അസ്തമയം വരെ. ഇപ്പൊ ഇന്നിപ്പോ നമ്മള് ശനിയാഴ്ച പകലാണ്, ശനിയാഴ്ച രാത്രി ഈ കഴിഞ്ഞ രാത്രിയാണ്. ഇനി വരുന്ന രാത്രി ശരിക്കും ഞായറാഴ്ചയുടെ രാത്രിയാണ് നമ്മുടെ കണക്ക് പ്രകാരം. കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ അങ്ങനെ തന്നെ തെളിയിച്ച് പറയും. ഇന്നത്തെ രാത്രി ഇപ്പൊ ഒരു വയലുണ്ടെങ്കിൽ അവരെന്താ അനൗൺസ് ചെയ്യുക? ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാത്രി അങ്ങനെ പറയാം. ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാത്രി. കാരണം ഇത് ശനിയാഴ്ച രാത്രിയല്ലേ. നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇന്നത്തെ രാത്രി എന്താ ശനിയാഴ്ച രാത്രി എന്ന് പറയാം അല്ലേ? ശരിക്കത് ഞായറാഴ്ച രാത്രിയാണ്. ഇന്നലത്തെ രാത്രിയാണ് ശനിയാഴ്ചയുടെ ഭാഗം. രാത്രി മുതൽ ദിവസം ആരംഭിക്കുന്നു. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ആരാണ് ഇന്ന് നോമ്പുകാരനായത് എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ മാത്രം. വമൻ മിൻകും സാറ മരീദൻ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരു രോഗിയെ പോയി സന്ദർശിച്ചിട്ടുണ്ടോ? ഒരാൾ മാത്രം. അനയാ റസൂലല്ലാഹ്, ഞാൻ ചെയ്തിട്ടുണ്ട് നബിയെ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൻ മിൻകും അത്അമ മിസ്കീനൻ, ഒരു പാവപ്പെട്ട മിസ്കീനിന് ഭക്ഷണം കൊടുത്തവർ നിങ്ങളിലുണ്ടോ? ആരെങ്കിലും ഇന്ന് മുമ്പ് ചെയ്തിട്ടുണ്ട്? ഇന്ന് ആരെങ്കിലും ചെയ്തോ? ഒരാൾ മാത്രം, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ തങ്ങൾ ചോദിച്ചു ഒരു കാര്യം കൂടെ, മമ്മിൻകും തബിഅ ജനാസതൻ, ഒരു മയ്യിത്തിന്റെ കൂടെ ജനാസ പോയവരെന്ന് ആരെങ്കിലും ഉണ്ടോ? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാലിനും കൈപൊക്കി. വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ല. അവർ ചെയ്യുന്നവരാ. അന്ന് ഭാഗ്യം ചെയ്തത് സിദ്ദീഖ് തങ്ങൾ മാത്രം. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഈ നന്മകളെല്ലാം ഒരാളിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അല്ലാഹു അവർക്ക് സ്വർഗ്ഗം കൊടുക്കുക തന്നെ ചെയ്യും. ഈ നന്മകളുള്ളവർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളെ റയ്യാൻ എന്ന വാതിലിലൂടെ അല്ലാഹു കടത്തിവിടുമെന്ന് പറയുകയും, നിസ്കാരം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ചില ആൾക്ക് അങ്ങനെ നിസ്കാരം വലിയ ഇഷ്ടമായിരിക്കും, ചിലർക്ക് നോമ്പ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് എല്ലാം ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഖുർആൻ ഇഷ്ടമാണ്, ചില ആളുകൾക്ക് ജിഹാദ് ഇഷ്ടമാണ്, ചില ആളുകൾക്ക് സ്വതക്ക ഇഷ്ടമാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും. നബി തങ്ങൾ പറയാ, സ്വർഗത്തിന്റെ വാതിലുകളിൽ നോമ്പ് ഇഷ്ടപ്പെട്ട ആളുകളെ അള്ളാഹു വിളിക്കുന്നത് റയ്യാനിലൂടെയാണ്. നിസ്കാരം ഇഷ്ടപ്പെടുന്നവരെ ബാബുസ്വലായിലൂടെ, നിസ്കാരത്തിന്റെ വാതിലുണ്ട്. സ്വതക്ക ഇഷ്ടപ്പെട്ടവരെ ബാബു സ്വതക്കയിലൂടെ. അങ്ങനെ ഓരോ മലക്കുകളും യാ അബ്ദല്ലാഹ് ഹാദാ ഖൈർ, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസനെ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദാസിയെ, ഇതിലൂടെ വരൂ, ഈ ഡോറാണ് നിങ്ങൾക്ക് നല്ലതെന്ന് അള്ളാഹുവിന്റെ മാലാഖമാർ ഓരോരോ ഇബാദത്തെ ഇഷ്ടപ്പെട്ടവരെ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്വർഗലോകത്ത്. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. ഇങ്ങനെ വിളിച്ചു വരുത്താൻ, കയറിക്കൂളി എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തൂലേ നമ്മൾ പ്രൈവറ്റ് ബസ്സുകാരൊക്കെ? ബസ് സ്റ്റാൻഡിലൊക്കെ കാണുന്നില്ലേ, പാട്ടുണ്ട് സീറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാ. അതുപോലെ പൈസ കൊടുക്കണം യാത്ര ചെയ്യണമെങ്കിൽ. ഇതങ്ങനെയല്ല. മാലാഖമാര് വിളിച്ച് ഇങ്ങോട്ട് വരിൻ, ഇതാണ് നിങ്ങളുടെ വഴി, ഇതിലെയാണ് നിങ്ങൾ കടന്നു വരേണ്ടത്, നിങ്ങൾ ഇതിലെ വരണമെന്ന് മാലാഖമാർ അവരോട് വിളിച്ചു പറയുമെന്ന് പറഞ്ഞപ്പോഴാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരാളെ ഒരു വാതിലിലൂടെ മാത്രം വിളിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ എല്ലാ വാതിലിലൂടെയും ഒരാളെ വിളിക്കുമോ നബിയെ? സിദ്ദീഖ് എന്നവരെ എല്ലാ വാതിലൂടെയും വിളിക്കപ്പെടുന്ന ആളാണ്. വഅൻത മിൻഹും, നിങ്ങൾ അതിൽപ്പെട്ട ആളാണെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വാതിലൂടെയും വിളിക്കുന്ന. അതിനിടയ്ക്ക് നമ്മുടെ വളണ്ടിയർമാർ ബക്കറ്റായിട്ട് വീഴും. നമ്മുടെ രാജുവിടെ വളണ്ടിയറായിട്ടില്ലേ? രാജു ബക്കറ്റായിട്ട് ഇറങ്ങണില്ലേ? മനം പിടിച്ചിരിക്കുക? കുഴപ്പമില്ല. നമ്മുടെ രാജേഷ് പ്രധാനപ്പെട്ട വളണ്ടിയർ ക്യാപ്റ്റനാണ്. അപ്പോൾ ഏതായിരുന്നാലും നമ്മളിത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വല്ല സ്വതക്കയും കണ്ടറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ
ഒരു 100-ൽ കുറയാതൊക്കെ കൊടുക്കുക, റമദാനല്ലേ, അള്ളാഹു ബർക്കത്തൊക്കെ തരട്ടെ. അൽഹംദുലില്ലാ. 100 ചുരുക്കണം എന്നല്ല, അതിലും വലുത് കൊടുക്കാൻ അങ്ങനെ കൊടുത്തോളൂ. നമുക്ക് 1-2 കുട്ടികളുടെ കല്യാണ വിഷയത്തിലൊക്കെ സഹായിക്കാനുണ്ട് ഇൻഷാ അള്ളാഹ്. അപ്പോൾ ആ വഴിക്കാണത് കാര്യങ്ങൾ നീങ്ങുക. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നിങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് കൊടുക്കുക. അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരിമാരൊക്കെ നല്ല നല്ല സ്വതക്കങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകും. എന്ത് ചെയ്യാം, നല്ല നിയ്യത്ത് വെച്ചിട്ട് കൊടുക്കി. നമുക്ക് പ്രത്യേകമായിട്ട് ദുആ ചെയ്യുകയും ചെയ്യാം. അള്ളാഹു ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ നന്മകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ആൾക്ക് സ്വർഗം ഉറപ്പാണത്രേ നബി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? സുന്നത്ത് നോമ്പെടുക്കുന്നു, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, രോഗിയെ സന്ദർശിക്കുന്നു, ഒരു മയ്യത്തുണ്ടെങ്കിൽ ആ മയ്യത്തിന്റെ കൂടെ ജനാസ പോകുന്നു. ഇത് ശീലമാക്കുന്നവർ, അത് ഇഷ്ടമാവുന്നവർ, ആ നന്മ തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലുമുണ്ട് വിശുദ്ധമായ നോമ്പ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അന്നൊരിക്കൽ നബി തങ്ങൾ പള്ളിയിൽ വെച്ച് കണ്ടപ്പോഴാണ് ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തത്. അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു നിസ്കാരം നടക്കാൻ സാധ്യതയില്ലാത്ത നേരത്ത് ളുഹറിന്റെ മുമ്പ് പള്ളിയിൽ നിരന്തരമായി വന്നിരിക്കുന്നത് കാണുമ്പോൾ ചോദിച്ചു, അബൂ ഉമാമ എന്തേ നിങ്ങൾ ഈ നേരത്തെ പള്ളിയില് ജോലിക്ക് പോകുന്നില്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞു, നബിയെ ദുയൂനി വഹുമൂമി ലസിമതിനി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഒരുപാട് കടമുണ്ട് നബിയെ, സങ്കടവുമുണ്ട് നബിയെ, ടെൻഷനാ നബിയെ, കടമാണ്, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വന്നിരിക്കാൻ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ കടവും പ്രയാസമൊക്കെ വരുമ്പോ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ആ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി വരികയാൻ, പള്ളിയിൽ കയറിയിരിക്കാൻ. വിധങ്ങൾ ആ സങ്കടം ഇങ്ങനെ കണ്ടപ്പോ സഹാബിയോട് ചോദിച്ചതാണ്, യാ അബാ ഉമാമ, അബൂ ഉമാമ, അലാ ഉഅല്ലിമുക കലിമാതിൻ ലൗ ഖുൽതഹാ ഖദല്ലാഹു അൻക ദൈനക വകഫാക ഹമ്മക. ബിമഅനൽ ഹദീസ്. മഹാനായ നബി തങ്ങൾ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഉമാമ, നിങ്ങൾക്ക് ഞാൻ ചില വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? അത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ കടം അല്ലാഹു വീട്ടിത്തരികയും നിങ്ങളുടെ ടെൻഷൻ അല്ലാഹു ഒഴിവാക്കി തരികയും ചെയ്യും. ഞാനിത് പഠിപ്പിച്ചു തരട്ടെയോ? ബലാ യാ റസൂലല്ലാഹ്. അതേ നബിയെ, പറഞ്ഞു തരൂ, നബിയെ പറഞ്ഞു തരൂ. കടബാധ്യതയുള്ള ആളുകളൊക്കെ ഇത് ധാരാളം ചൊല്ലിക്കോളൂ. വലിയ അസറുള്ള ദുആയാണ്, വലിയ ഫലമുള്ള ദുആയാണ്. നബി തങ്ങൾ പഠിപ്പിച്ചു. സ്വഹാബി പറയാ, ഞാനത് രാവിലെയും വൈകുന്നേരം എന്നോട് ചൊല്ലാനാണ് നബി തങ്ങൾ പറഞ്ഞത്. ഞാനത് ചൊല്ലി, എവിടെന്നാണ് എന്റെ കടം വീടാന്നറിയില്ല, അള്ളാഹു എന്റെ കടങ്ങളൊക്കെ വീട്ടിത്തന്നു എന്ന് പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ, ആഴ്ചകൾക്കുള്ളിൽ തന്നെ, ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചാലും എന്റെ കടം വീടില്ല എന്ന് വിചാരിച്ചത് എനിക്ക് അള്ളാഹു പെട്ടെന്ന് വീടിത്തന്നു. പറയാൻ പറഞ്ഞു നബി തങ്ങൾ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. ഇത് ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, സങ്കടം വരുന്നതിൽ നിന്ന്, ടെൻഷൻ വരുന്നതിൽ നിന്ന് നീ എനിക്ക് കാവൽ നൽകണേ പടച്ചവനെ. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, മടി പിടിക്കുക, മടിയാവുക, ആലസ്യം, ഒന്നിനും ഉന്മേഷമില്ല. വൽ അജ്സ്, അശക്തത വരുന്നത്, ഉന്മേഷക്കുറവുണ്ടാകുന്നത് അല്ലാഹുവേ എനിക്ക് തരല്ലേ റബ്ബേ. എപ്പോഴും ആക്റ്റീവായിരിക്കുക, അത് അള്ളാഹു തരുന്നൊരു നിഅമത്താണ്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. അല്ലാഹുവേ, നീ തരുന്ന പൈസ നിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ പിശുക്ക് വരിക, തരല്ലേ റബ്ബേ, എനിക്ക് പിശുക്ക് വേണ്ട. വൽ ജുബ്ൻ, അല്ലാഹുവേ, ജുബ്നി വൽ ബുഖൽ. അല്ലാഹുവേ, ഭീരുത്വം, ധൈര്യമില്ലായ്മ, എപ്പോഴും പേടി, എന്തിനും പേടി, അത് വരല്ലേ റബ്ബേ, എനിക്ക് ധൈര്യം വേണം, എനിക്ക് ദാനധർമ്മം ചെയ്യാനുള്ള വിശാല മനസ്സും വേണം റബ്ബേ. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. അല്ലാഹുവേ, കടങ്ങൾ കുമിഞ്ഞുകൂടുന്നതും അതുപോലെ തന്നെ ജനങ്ങൾ എന്നെ വന്ന് ഉപദ്രവിക്കുന്നതും അല്ലാഹുവേ നീ എനിക്ക് കാവൽ നൽകണമേ. കാരണം കടമായി കഴിഞ്ഞു, കടം ചോദിക്കാൻ വന്നാൽ ഇപ്പൊ ഗുണ്ടകളൊക്കെ വിടുന്ന കാലമാണ്. പടച്ചവനെ, അപമാനിതനായി പോകും റബ്ബേ, അല്ലാഹുവേ നിന്റെ കാവൽ വേണം. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു.
ആ ദുആ നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വഹാബിയാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. സ്വഹാബി പറയുകയാണ്, ഞങ്ങൾ നബിയോടൊപ്പം ഒരു യുദ്ധത്തിന് പോവാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു. ഒരു യുദ്ധം നടക്കാൻ പോകുന്നു. ഹബീബിന്റെ കൂടെ യുദ്ധത്തിന് പോകുമ്പോ അന്ന് ഞങ്ങൾ നബിയുടെ അരികത്തേക്ക് ചെന്ന് ഞാൻ ഒറ്റക്ക് ചെന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ എനിക്ക് അങ്ങയോട് ഒരു അപേക്ഷയുണ്ട്. നബിയെ, ഒരപേക്ഷയുണ്ട്. എന്താണ് അപേക്ഷ? അബൂ ഉമാമ, എന്ത് വേണം? അന്ന് കടം വിഷമങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ, സങ്കടമുണ്ടെന്ന് പറഞ്ഞപ്പോ പരിഹാരം കൊടുത്ത നബിയാണ്. നബിയോട് ചോദിച്ചു, നബിയെ എനിക്കൊരാവശ്യമുണ്ട്. നബിയെ, ഉദ്ഉല്ലാഹ ലി അൻ യർസുഖനി ഷഹാദ, ഈ യുദ്ധത്തിൽ എനിക്ക് മരിക്കാനുള്ള ഭാഗ്യം വേണം. അള്ളാഹുവിനോട് ദുആ ചെയ്യണം നബിയെ, ഈ യുദ്ധത്തിൽ എനിക്കൊന്ന് മരിക്കണം, അള്ളാഹുവിന് വേണ്ടി ഷഹീദാവണം. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു തടിക്ക് കുഴപ്പമില്ല, അങ്ങ് രക്ഷപ്പെട്ടു പോരണമെന്നായിരിക്കും പറയാം അല്ലേ? തങ്ങളോട് പറയാ, നബിയെ എനിക്ക് ഈ യുദ്ധത്തിൽ മരിക്കണം, എനിക്ക് സ്വർഗം വേണം നബിയെ, ഒന്ന് ദ്വാരക്ക് നബിയെ. തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ സല്ലിംനാ അല്ലാഹുമ്മ ഗന്നിംനാ, പടച്ചവനെ ഈ യുദ്ധത്തിൽ ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തണം, അല്ലാഹുവേ ഈ യുദ്ധം ഞങ്ങൾക്ക് വിജയമാക്കി തരണം. ആരും അന്ന് ഷഹീദായില്ല ആ യുദ്ധത്തിൽ, എല്ലാവരും വിജയിച്ചു എന്ന് മാത്രമല്ല, സ്വഹാബികൾക്ക് ഇഷ്ടം പോലെ ഗനീമത്ത് സ്വത്തും കിട്ടുകയുണ്ടായി. വേറെ രണ്ടാമതൊരു യുദ്ധം വന്നു. അന്നും മഹാനവറുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ ഇസ്അലില്ലാഹ ലന ഷഹാദ, അല്ലാഹുവിനോട് ഞങ്ങൾക്ക് രക്തസാക്ഷിത്വം വേണം നബിയേ, ഒന്ന് ചോദിക്കും നബിയേ. നബി ദുആയിരുന്നു, അല്ലാഹുമ്മ സല്ലിംനാ അല്ലാഹുമ്മ ഗന്നിംനാ, പടച്ചവനെ ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തണം, ഞങ്ങൾക്ക് ഗനീമത്ത് സ്വത്ത് വേണം. അന്നും ആരും ഷഹീദായില്ല. മൂന്നാമത്തെ തവണ നബിയോട് വന്ന് ചോദിച്ചു, നബിയേ ഒന്ന് ദുആരക്ക് നബിയേ, ഞങ്ങൾക്ക് രക്തസാക്ഷികളാകണം. അല്ലാഹുമ്മ സല്ലിംനാ അല്ലാഹുമ്മ ഗന്നിംനാ എന്ന് മൂന്നാമത്തെ തവണയും ഞങ്ങൾ ദുആ ചെയ്തു. അന്നും അവരാരും ഷഹീദായില്ല. അപ്പോഴാണ് അബൂ ഉമാമ തങ്ങൾ വന്ന് പറഞ്ഞത്, നബിയേ 3 തവണ അങ്ങയോട് ചോദിച്ചിരുന്നു നബിയെ ഷഹീദാവാൻ. അന്നൊക്കെ അങ്ങ് ദുആ ചെയ്തത് ഷഹാദത്തിന് വേണ്ടിയല്ല, രക്ഷപ്പെടുത്തണേ റബ്ബേ, ഞങ്ങൾക്ക് യുദ്ധത്തിൽ വിജയം വേണമെന്ന് ദുആ ചെയ്തു. ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു നബിയെ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ദുല്ലനി അലാ അമലിൻ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നല്ല കാര്യം ഒന്ന് പഠിപ്പിച്ചു തരൂ നബിയെ, എനിക്ക് ജീവിതത്തിൽ ശീലമാക്കാനാണ്. ഒരു നല്ല കാര്യം പറഞ്ഞു തരൂ നബിയെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ നേരം അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് മുത്തനബി തങ്ങൾ പറഞ്ഞു, യാ അബാ ഉമാമ അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ മിസ്ല ലഹ്, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല ലഹ്. അബൂ ഉമാമ, നിങ്ങൾ ജീവിതകാലം മുഴുവനും സുന്നത്തായിട്ട് നോമ്പെടുത്തോളൂ. ഫഇന്നഹു ലാ മിസ്ല ലഹ്, അതിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു കർമ്മം വേറെ ഇല്ല. അബൂ ഉമാമ, നോമ്പെടുത്തോളൂ എന്ന് ഹബീബായ തങ്ങൾ ഉപദേശിച്ചു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സംഭവത്തിന് ശേഷം മഹാനവറുകളും ഭാര്യയും മക്കളും വേലക്കാര് പോലും നോമ്പുകാരായിട്ടല്ലാതെ കാണപ്പെട്ടിട്ടില്ല. ആ വീട്ടിൽ പകൽ പുക ഉയരുമായിരുന്നില്ല. എങ്ങാനും പുക ഉയർന്നാൽ അതിനർത്ഥം അവർക്ക് അതിഥികൾ വന്നിട്ടുണ്ട് എന്നാണ്. അങ്ങനെ നോമ്പൊരു ശീലമാക്കി കൊണ്ട് നടന്നതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ അങ്ങയോട് ഷഹാദത്ത് ചോദിച്ച് അങ്ങ് ദുആ ചെയ്യാതെ വന്നപ്പോ ഒരു നന്മ പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനും എന്റെ മക്കളും എന്റെ ഭാര്യയും ഒരുപാട് നോമ്പെടുത്തു നബിയെ, നോമ്പുകാരാണ്. ഇനി എന്തെങ്കിലും ഒരു നന്മ ഒന്നുകൂടെ പഠിപ്പിച്ചു തരൂ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഒന്നുകൂടെ തരും നബിയെ, ഒന്നുകൂടെ എനിക്ക് വേണം, നന്മ വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി പറയാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഖിയാമുൽ ലൈൽ, രാത്രി നിന്ന് നിസ്കരിക്കണം അള്ളാഹുവിന് വേണ്ടി, ഉറക്കം ഒഴിവാക്കി ഒരൽപ്പനേരം അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കണം. ജനങ്ങളൊക്കെ കടന്നുറങ്ങുമ്പോൾ ഒന്ന് നിസ്കരിക്കണേ അബൂ ഉമാമ. മഹാനായ സ്വഹാബി അതിന് ശേഷം നിസ്കാരവും ഈ സുന്നത്ത് നോമ്പും ജീവിതത്തിൽ പതിവാക്കിയ മഹാനാണ്. മരണം വരെ നബി തങ്ങളോട് ചോദിച്ചു വാങ്ങിയ നന്മയായിരുന്നുവത്. ആ നന്മ പരിശീലിക്കാനുള്ള ഒരു അവസരം അല്ലാഹു നമുക്ക് നിർബന്ധമായ നോമ്പിലൂടെ അല്ലാഹു നൽകിയിരിക്കുകയാണ്. നോമ്പ് നിർബന്ധമാക്കിയത് ഒരു നന്മ അനുഭവിക്കാനുള്ള സാഹചര്യം അല്ലാഹു നൽകുകയാണ്. മറ്റു പല മതങ്ങളിലും ആരാധന ഇങ്ങനെ നിർബന്ധമല്ല ഇസ്ലാമിലുള്ളതുപോലെ. പ്രാർത്ഥന വേണമെങ്കിൽ പ്രാർത്ഥിക്കുക, എവിടുന്നും പ്രാർത്ഥിച്ചോ, അങ്ങനെ പറയാം അല്ലെ. നോമ്പ് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇബാദത്തുകൾ കമ്പൽസറി, നിർബന്ധമാക്കിയത്
മനുഷ്യൻ നിർബന്ധമായും അള്ളാഹുവിനോട് ബന്ധം സ്ഥാപിക്കണം എന്ന ലക്ഷ്യത്തിനാണ്. നിർബന്ധമായും അള്ളാഹുവിനോട് ബന്ധം സ്ഥാപിക്കണം. പിന്നെ ഏറെ വേണമെങ്കിൽ എക്സ്ട്രാ എടുത്തോ, പക്ഷെ ഇത് നിർബന്ധമാണ്. 5 നേരം നിർബന്ധമാണ്. നോമ്പ് നിർബന്ധമാണ് റമദാനിൽ. റമദാൻ കഴിഞ്ഞിട്ട് എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കാം. അറബ് മാസത്തിലെ 13, 14, 15 അയ്യാമുൽ ബീദ് നോമ്പെടുക്കാൻ പറ്റും. മുഹറത്തിൽ നോമ്പുണ്ട്, ദുൽഹിജ്ജയിൽ നോമ്പുണ്ട്, ആശുറയുടെ നോമ്പില്ലേ, അറഫയുടെ നോമ്പുണ്ട്, മറ്റൊരുപാട് നോമ്പുകൾ വേറെയും. ഇതൊക്കെ ഓപ്ഷണലാണ്. പക്ഷെ റമദാൻ നിർബന്ധമാണ്. എന്തിന്? ആ ഇബാദത്തിന്റെ മധുരം നമുക്ക് ലഭിക്കാനാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരുടെ വീടിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ അവരോട് ചോദിക്കും, ഇന്ന് കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ എന്നർത്ഥം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല പറയാ, നോമ്പിനും ഫാസ്റ്റ് എന്നാ പറയാ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോമ്പ് മുറിക്കാൻ, രാത്രി ഭക്ഷണം കഴിക്കാതെ കടന്നുറങ്ങിയതല്ലേ, ആ ഫാസ്റ്റ് മുറിക്കാണ് ഇപ്പൊ രാവിലത്തെ നമ്മുടെ പ്രാതൽ ഭക്ഷണം. അതിനാണ് ഇപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ നമ്മൾ നോമ്പുകാരാണ്. വി വിൽ ബ്രേക്ക് അവർ ഫാസ്റ്റ് അറ്റ് സൺസെറ്റ് അല്ലേ, നമ്മൊന്ന് അസ്തമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യും. അത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ രാവിലെ കഴിക്കുന്നതല്ലേ എന്ന് തോന്നിപ്പോവും. അതായത് മുസ്ലിമീങ്ങളായ ആളുകളുടെ ഭക്ഷണശീലം മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഭക്ഷണം കഴിക്കണം എന്നാണ്. അശാ എന്നാണ് ആ ഭക്ഷണത്തിന് പറയാം, ഡിന്നർ. അശാ കഴിഞ്ഞിട്ടാണ് ഇശാ നിസ്കാരം. ഇശാവും അശാവും ഉണ്ട്. അശാ ഭക്ഷണമാണ്, ഇശാ നമ്മുടെ പ്രാർത്ഥനയുടെ പേരാണ്, നിസ്കാരത്തിന്റെ പേരാണ്. അപ്പൊ അശാ കഴിഞ്ഞിട്ട് ഇശാ നിസ്കരിക്കുക. ഇശാ നിസ്കരിച്ചാൽ പിന്നെ വേറെ പണിയൊന്നും, സീരിയലും സിനിമയൊന്നും ഇല്ലല്ലോ, എന്ത് ചെയ്യുക, കടന്നുറങ്ങാൻ. അതുകൊണ്ട് ഒരുപാട് മണിക്കൂർ ഫാസ്റ്റിംഗ് വരും. നമ്മൾ നോമ്പെടുക്കുന്ന പോലെ കിടക്കുകയാണ്. അതുകൊണ്ട് രാവിലെ നമ്മൾ പറയും, പലരും പറഞ്ഞിട്ടുണ്ടാവും, രാവിലെ രാജാവിനെ പോലെ കഴിക്കണം, ഉച്ചക്ക് രാജ്ഞിയെ പോലെ, രാത്രി ഒരു ഭിക്ഷയാചിക്കുന്ന ആളെ പോലെ എന്നൊക്കെ പറയാറുണ്ട്. ആരായി രാവിലെ രാജാവിനെ പോലെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞത്? രാത്രി 7 മണിക്ക് 6 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് കിടന്നവരെ പറ്റിയാൽ നമ്മൾ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ റെസ്റ്റോറന്റ് തുറന്നു വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണ മന്തിയും കബ്സയും ഒക്കെ ബിരിയാണി ഒക്കെ അടിച്ചിട്ട് കിടന്നുറങ്ങുക, എന്നിട്ട് രാവിലെ പിന്നെയും കഴിക്കുക. അതിൻ്റെ ആവശ്യമില്ല, വിശക്കാൻ നേരം വേണ്ടേ. ഇത് മഗ്രിബ് കഴിഞ്ഞാൽ തന്നെ ഭക്ഷണം കഴിക്കും. പിന്നെ രാത്രി മുഴുവൻ നമ്മൾ വിശപ്പിലാണ്, ഫാസ്റ്റിലാണ്. അതാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുക രാവിലെ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം, സുബഹി നിസ്കാരം കഴിഞ്ഞ മോള് ഫാത്തിമ ബീവിയുടെ വീടിന്റെ അരികിലൂടെ, അത് നബി തങ്ങളുടെ ശീലമായിരുന്നു. ഒരിക്കൽ രാവിലെ ചെല്ലുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നുറങ്ങാൻ, എന്തോ അസുഖമായി അവര് വിഷമിച്ച് കിടക്കാൻ. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊരിക്കൽ ചോദിച്ചു, മാ യുനീമുകി ഇലാ ഹാദിഹി സ്സാഅ, മോളെ എന്തേ ഇത്ര നേരം ഉറങ്ങുന്നത് മോളെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉപ്പാ എനിക്ക് നല്ല പനിയുണ്ട് എന്ന് പറഞ്ഞു. പനിയാണുപ്പാ. മോളെ പനിയുണ്ടാകുമ്പോ വാപ്പ അതിനൊരു പ്രതിവിധി പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ദുആ, ഒരു പ്രാർത്ഥന, അത് മോള് ചൊല്ലിയോ എന്ന് ചോദിച്ചു. നസീതുഹ, ഞാൻ മറന്നുപോയി വാപ്പ എന്ന് പറഞ്ഞു നബി തങ്ങളോട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ തങ്ങള് ചൊല്ലിക്കൊടുത്തു. എന്നാ മോളെ പനി വരുമ്പോ ഇങ്ങനെ ചൊല്ലണം കേട്ടോ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് വമിൻ അദാബിക അസ്തജീർ അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി വലാ ഇലാ അഹദൻ മിൻ ഖൽഖിക തർഫത ഐൻ. ഇത് ചൊല്ലണം മോളെ എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോളെ ചൊല്ലണം. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായവനെ അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കരുണയാൽ ഞാൻ നിന്റെ സഹായം തേടുന്നു റബ്ബേ. വമിൻ അദാബിക അസ്തജീർ, നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ മോചനം ചോദിക്കുന്നു തമ്പുരാനെ. ലാ തകിൽനി ഇലാ നഫ്സി വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക തർഫത ഐൻ. അല്ലാഹുവേ, എന്റെ കാര്യം മുഴുവനും നീ ഏറ്റെടുക്കണമേ. അത് എന്നിലേക്കോ മറ്റാരിലേക്കോ ഏൽപ്പിക്കല്ല റബ്ബേ, അത് നീ ഏറ്റെടുക്കണം എന്ന പ്രാർത്ഥന ഫാത്തിമ ബീവിയെ പഠിപ്പിച്ചത് ഒരു പ്രഭാത സമയത്താണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ മറ്റൊരിക്കൽ കടന്നുറങ്ങുമ്പോ നബി തങ്ങൾ കാലുകൊണ്ട് തട്ടിയിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഈ നേരത്ത് ഉറങ്ങല്ല മോളെ. സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നവരെ ഉറങ്ങാൻ പാടില്ലാത്ത നേരമാണ്. ഒരു വിധം കഴിയുമെങ്കിൽ ഉറങ്ങരുത്. ഉറക്കൊഴിച്ച ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ, അവരെ പറ്റിയല്ല. സ്വാഭാവികമായ ഒരു മടി പിടിച്ച ഉറക്കം, അതൊന്നും സുബഹി കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നവരെ ഉറങ്ങരുത്. സൂര്യൻ ഉദിക്കുന്നവരെ
ഇഷ്ഹദീ റിസ്ഖ റബ്ബികി ഫാത്തിമ, അല്ലാഹു തആല ഭക്ഷണം ഓഹരി വെച്ചു കൊടുക്കുന്ന സമയമാണിത്, അല്ലാഹു റിസ്ഖ് തരുന്ന നേരമാണിത്, ഈ നേരത്ത് ഉറങ്ങരുത് മോളെ എന്ന് ഹബീബായ തങ്ങൾ ഫാത്തിമ ബീവിയോട് റളിയല്ലാഹു അൻഹാ. രാവിലെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന കുറെ അനുഭവങ്ങളുണ്ട്. നബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് കടന്നു വരുമ്പോ വീട്ടുകാരോട് വല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ, ഭക്ഷണമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല നബിയെ, ഇവിടെ ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയോ? കാരക്ക പോലും ഇല്ല എന്നാണ്. കാരക്ക പോലും നമ്മൾ വിചാരിക്കുമ്പോ പത്തിരിക്ക് കറിക്ക് ചിക്കനും മട്ടനും ബീഫൊന്നും ഉണ്ടാവില്ല. കാരക്ക പോലും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പച്ച വെള്ളം കിട്ടിയാലായി, വേറൊന്നുമില്ല. കാരക്കുണ്ടെങ്കിൽ പറയും നബി ഇച്ചിരി കാരക്കുണ്ട്, മതിയോ? മതിയെന്നും പറയും തങ്ങൾ. തങ്ങൾ അങ്ങനെ വളരെ ലഘുവായ ഭക്ഷണം ഇഷ്ടപ്പെടും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ കൊടുത്തപ്പോ നബി തങ്ങൾക്ക് കൊടുത്തത് ഉണക്ക റൊട്ടിയാണ്, ഉണങ്ങിയ റൊട്ടി. അപ്പൊ അത് നനച്ചൊന്ന് സോഫ്റ്റ് ആക്കണ്ടേ. തങ്ങൾ ചോദിച്ചു, മിൻ ഇദാം, എന്തെങ്കിലും വല്ല കറി ഇതിലേക്കുണ്ടോ എന്ന് ചോദിച്ചു. വല്ല കറി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നബിയെ സുർക്കയല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. സുർക്ക കറിയായിട്ടെ നമ്മൾ അച്ചാറിലൊക്കെ ഉപയോഗിക്കുന്ന ഇല്ലൽ ഖല്ല്, സുർക്കണ്ട് നബിയെ. എന്തിനാന്നറിയോ? നിങ്ങൾ പറഞ്ഞു പോയിക്കോട്ടെ. നിഅമൽ ഇദാമു അൽ ഖല്ലു, നിഅമൽ ഇദാമു അൽ ഖല്ലു. സുർക്ക എത്ര നല്ല കറിയാണ്, എത്ര നല്ല ഭക്ഷണത്തിന്റെ കൂട്ടാണ് സുർക്ക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ആ സുർക്കയിലേക്ക് മുക്കിയിട്ട് ഉണങ്ങിയ റൊട്ടിയെ സോഫ്റ്റ് ആക്കിയിട്ട് കഴിച്ച നബിയാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ എന്താ പറയാ? ചീത്ത പറയല്ല, എന്തോ ഒരു നല്ല ഭക്ഷണം എന്ന്. നമ്മൾ അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെ പറയും, എന്ത് ഭക്ഷണം കൊടുത്താലും എന്ത് നല്ല, മാഷാ അല്ലാ, നല്ല രുചിയുണ്ട്, നല്ല നല്ല റാഹത്തുള്ള ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് ബിസ്മി ചൊല്ലി അങ്ങനെ കഴിപ്പിക്കുകയും ചെയ്യും. മദ്ഹ് അങ്ങനെ പറയും, അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട്. എന്ത് ഭക്ഷണമാണെങ്കിലും വല്ലാത്തൊരു മഹാന. അള്ളാഹു ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. സുർക്കയെ പറ്റി പറയണ എന്ത് നല്ല നല്ല ഭക്ഷണമാണെന്ന്. നമ്മളിപ്പോ നോമ്പുറക്കാനിപ്പോ വിഭവങ്ങളില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പരിഭവം വരും അല്ലേ? വിഭവങ്ങളില്ലെങ്കിൽ പരിഭവമാണ്. സുബ്ഹാനല്ലാഹ്. സുർക്കയെ പറ്റി നബി തങ്ങൾ എത്ര നല്ല കറിയാണെന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ സുർക്ക ഒന്ന് തൊട്ട് നാവിലൊന്ന് വെച്ച് ടേസ്റ്റ് ഒന്ന് ഇറക്കണ നേരത്തെ ആ മുഖം ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കണം, എങ്ങനെ ഉണ്ടാവുമെന്ന്. സുർക്കനെ ഇറക്കണ നേരത്തെ സുബ്ഹാനല്ലാഹ്. നിഅമൽ ഇദാമു അൽ ഖൽ, നല്ല കറിയാണല്ലോ, അത് മതി എന്ന് പറഞ്ഞു തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ മുക്കിയിട്ടാണ് ആ റൊട്ടി കഴിച്ചത് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അവർ ജീവിച്ചത്. തങ്ങൾക്ക് ലക്ഷറി ആഡംബരം കഴിയാത്തത് കൊണ്ടല്ല തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസ്വാരികളിൽ സുബൈർ റളിയല്ലാഹു അൻഹു വലിയ കൊട്ടാരം ഉണ്ടാക്കിയ മഹാനാണ്. ഇന്നും സൗദി അറേബ്യ, അത് അവിടെ ആർക്കിയോളജിക്കൽ വിഭാഗം, അവിടെ മദീനയിൽ ടൗണിൽ നിന്ന് ഇച്ചിരി ദൂരെ, എനിക്ക് സ്ഥലം പറഞ്ഞു തരാൻ പറ്റുന്നില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവിടെ കൊട്ടാരം പോലെയുള്ള കല്ല് കൊണ്ട് എടുത്ത നല്ല മനോഹരമായ അന്നത്തെ വീട്. അന്നൊക്കെ അങ്ങനെ വീടുകളുണ്ട്, പക്ഷെ നബി തങ്ങൾ വളരെ ചെറിയ സൗകര്യങ്ങളാണ് തങ്ങൾ ഇഷ്ടപ്പെട്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസ്വാരികൾ നല്ല ഭക്ഷണപ്രിയരായിരുന്നു, നല്ല ഭക്ഷണം വെക്കുന്ന ആളുകളാണ്. ഹദീസയും മാംസവും കൊണ്ട്, ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം അവരെമ്പാടുണ്ടാക്കും. പക്ഷേ ഹബീബായ തങ്ങളുടെ വീട്ടിൽ അതൊന്നും ഉണ്ടാവില്ല. തങ്ങൾ വേണമെന്ന് ആഗ്രഹം പറഞ്ഞാൽ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും. പക്ഷെ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ചെന്നപ്പോ ഒന്നുമില്ല നബിയെ എന്ന് പറഞ്ഞു. അടുത്ത വീട്ടിൽ ചെന്നു, തങ്ങളുടെ ഭാര്യ ഉണ്ടവിടെ. ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. തങ്ങളുടെ മറുപടി എന്താണെന്നറിയോ? നമ്മളൊക്കെയാണെങ്കിൽ എന്താ ചോദിക്കുക? എന്താ ഇവിടെ ഇല്ലാത്തത്? നമുക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ കൊണ്ടുവന്ന് തരൂലേ? എന്താ ഇന്നലെ പറയാഞ്ഞത്? എന്താ മിഞ്ഞാന്ന് ഷോപ്പിൽ പോയി പറയാൻ തരുന്നത്? ലിസ്റ്റ് തന്നാ പോരെ, ഞാൻ കൊണ്ടുതരില്ലായിരുന്നോ? ഇതാ ചോദിക്കുക. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ഇദൻ അന സ്വായിമുൻ, ഇദൻ അന സ്വായിം. ഒന്നുമില്ലേ, വിഷമിക്കണ്ട, ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പെടുക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ പട്ടിണിയാണ്, ഇനി മഗ്രിബ് വരെ ഞാൻ പട്ടിണിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദൻ അന സ്വായിം. അതുകൊണ്ടാണ് സുന്നത്ത് നോമ്പെടുക്കാൻ ളുഹറിന്റെ മുമ്പ് നമ്മൾ നിയ്യത്ത് വെച്ചാൽ മതി. റമളാൻ പോലെയുള്ള ഫർള് നോമ്പുകളൊക്കെ രാത്രി നിയ്യത്ത് വെക്കണം, ഞാൻ പകൽ നോമ്പെടുക്കാൻ പോവാണ്. പക്ഷേ സുന്നത്ത് നോമ്പാണെങ്കിൽ സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ സുബഹി കഴിഞ്ഞ് ളുഹറിന്റെ മുമ്പ് നിയ്യത്ത് ചെയ്താലും സുന്നത്ത് നോമ്പ് കിട്ടും എന്ന മസ്അല നമ്മൾ മനസ്സിലാക്കുന്നത്, ഉലമാ പഠിപ്പിക്കുന്നത് നബി തങ്ങളുടെ ഈ ചര്യയിൽ നിന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദൻ അന സ്വായിം. ഈ ഒരു ക്ഷമയും ക്യാരക്ടർ ബിൽഡിങ്ങും സ്വഭാവ ശുദ്ധീകരണവും ഈമാനികമായ ഉത്തേജനവും നോമ്പിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നു. അള്ളാഹു നമുക്ക് നൽകട്ടെ. മുത്തുനബി തങ്ങൾ പറയുന്നു, അന്ന്
റമദാനിൽ നബിതങ്ങൾ മദീനയിൽ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോ നബിതങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്നു. സഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു അൻഹ, സഫിയ ബീവി വന്നു നബിതങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് കൊണ്ടുപോവുകയാണ്. ഭക്ഷണം കൊടുത്ത് കൊണ്ടുപോകുമ്പോ രാത്രി സഫിയ ബീവിയുടെ വീട് ഒരൽപ്പം അകലെയായിരുന്നു. സഫിയ ബീവിയെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി നബിതങ്ങൾ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. രാത്രിയിൽ ചെറിയൊരു വെളിച്ചവുമുണ്ട്. അപ്പോഴാണ് അൻസ്വാരികൾപ്പെട്ട രണ്ടാളുകൾ ആ വഴിയിലൂടെ നടന്നു പോകുന്നത്. നബിയെ കണ്ടപ്പോൾ അവർ രണ്ടുപേരും പെട്ടെന്ന് നടന്നു നബിയെ കണ്ടപ്പോ. കാരണം നബി തങ്ങളുടെ കൂടെ ഒരു അന്യ പെണ്ണാണ് എന്നാ വിചാരിക്കുക. അതാരാ? നബിയുടെ ഭാര്യയാണ്. പക്ഷേ ഈ രണ്ട് അൻസ്വാരി മദീനക്കാർ നബിയെ കണ്ടപ്പോ ഞങ്ങൾ കണ്ടില്ല എന്ന ഭാവേന അവരങ്ങ് ധൃതി പിടിച്ച് നടന്നു. തങ്ങൾ പറഞ്ഞു, അലാ റിസ്ലികുമാ, അലാ റിസ്ലികുമാ, അവിടെ നിൽക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്നു അവര്. ഇന്നഹാ സഫിയ, എന്റെ കൂടെയുള്ള പെണ്ണെ എന്റെ ഭാര്യയാണ്, സഫിയയാണ് കേട്ടോ എന്ന് പറഞ്ഞു. യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ. അപ്പൊ അവര് പറയാൻ തുടങ്ങി, നബിയെ ഞങ്ങൾ അങ്ങയെ തെറ്റിദ്ധരിച്ചു എന്നാണോ അങ്ങയെ തിരുത്തിയതിന്റെ താല്പര്യം? ഞങ്ങൾ അങ്ങയെപ്പറ്റി മോശമായത് വല്ലതും വിചാരിച്ചു എന്നങ്ങക്ക് തോന്നിയോ നബിയെ? അങ്ങയുടെ കൂടെ ഒരു അന്യ പെണ്ണ് കടന്നു പോകുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇൻ കുന്നാ നദുന്നു ഫീ അഹദിൻ ഫമാ കുന്നാ ലിനദുന്ന ഫീക യാ റസൂലല്ലാഹ്. ഞങ്ങൾ ആരെ പറ്റിയെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയെ സംബന്ധിച്ച് ഞങ്ങൾ എങ്ങനെ തെറ്റിദ്ധരിക്കാനാണ്? എന്തിനാ നബിയെ ഈ തിരുത്ത്? നിങ്ങൾ പറഞ്ഞു, ഒന്നിനുമല്ല. ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം ഫളയ്യിഖു മജാരിഹി ബിൽ ജൂഅ് വഇന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശൈആ. പിശാച് വല്ലാത്ത കുബുദ്ധിയുള്ളവനാണ്. ഇന്ന ശൈത്വാന, പിശാച് നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ അതിലൂടെയെല്ലാം പിശാച് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പിശാച് ദുർബോധനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ നബിയെ കുറിച്ച് പോലും ഒരുപക്ഷെ പിശാച് മോശമായത് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചേക്കും. ആ തോന്നൽ ഇല്ലാതെയാവാൻ നിങ്ങൾക്ക് ഞാൻ തിരുത്തി തരികയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു. പിശാച് ശരീരത്തിൽ രക്തസഞ്ചാരമുള്ളിടത്തെല്ലാം ഓടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട്, വിശപ്പ് സഹിച്ചുകൊണ്ട് പിശാചിന്റെ സഞ്ചാരപഥങ്ങളായ ഞരമ്പുകൾ, രക്തത്തിന്റെ ഫ്ലോ നിങ്ങളൊന്ന് സ്ലോ ചെയ്ത് കൊടുക്കണം. പിശാചിന്റെ സഞ്ചാരപഥം ഒന്ന് നാരോ ആക്കി കൊടുക്കണം, ഇടുങ്ങിയതാക്കി കൊടുക്കണം. പിശാചിനെ അങ്ങനെ വഴിവിട്ട് നടക്കാൻ വിടരുത്. ബിൽ ജൂഅ്, വിശപ്പ് സഹിച്ചുകൊണ്ട് നിങ്ങൾ പിശാചിന്റെ വഴി സങ്കുചിതമാക്കി കൊടുക്കണേ. പിശാച്